നമസ്കാരം. നമ്മുടെ ഈ കലിയുഗം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സത്യയുഗം ഒരു വശത്ത് തുടങ്ങിക്കഴിഞ്ഞുവെന്നും ഞാൻ എന്റെ മെസ്സേജിലൂടെയൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബൈബിളിലും ഖുറാനിലും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ അന്ത്യനാളിൽ ഒരുപാട് കഷ്ടം മനുഷ്യർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും, ഒരുപാട് പീഡനങ്ങൾ മനുഷ്യൻ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതിനെ ഖുറാനിലൊക്കെ ഖയാമത്ത് നാളെന്നും ബൈബിളില് മഹാപീഡന കാലഘട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിത് വായിച്ചിട്ട് അല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നോട് സംസാരിക്കുന്ന ആ ദൈവം ചെറുപ്പം മുതലേ എനിക്ക് പല പല കാഴ്ചകൾ സ്വപ്നത്തിലൂടെയും അല്ലാതെയൊക്കെ പല രീതിയിൽ പല കാഴ്ചകൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ അതിഭയങ്കരമായ കാഴ്ചകളാണ്. പിന്നെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ആ സമയത്ത് മനസ്സിൽ ഭയങ്കരമായ വിഷമവും പ്രശ്നവും തോന്നുന്ന രീതിയിലും കുറച്ച് വലുതായപ്പോ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകൾ വരെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഭയങ്കര ദാരുണമായ കാഴ്ചകൾ. ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നത്, ഇതൊക്കെ ഏത് ദൈവം കാണിച്ചു തരുന്നതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതെല്ലാം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ് എന്നാണ് ദൈവം എന്റെ അടുത്ത് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ പ്ലെയിനുകൾ ആകാശത്ത് വെച്ച് ബാലൻസ് തെറ്റി ഭൂമിയിലേക്ക് പതിച്ച് മനുഷ്യര് തീ പിടിച്ച് കത്തി പുറത്തേക്ക് ഓടുന്ന രംഗങ്ങൾ പണ്ട് മുതലേ പല സ്വപ്നങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഏലിയൻസ് വന്ന് ഭൂമി ആക്രമിക്കുന്നതും, ഈ ഏലിയൻസ് ആക്രമിക്കുമ്പോൾ ഞാൻ കാണുന്നത് കുറെ നല്ല ഏലിയൻസ് ഉണ്ട്. അവരൊരു വശത്ത് മനുഷ്യരെ സഹായിക്കുന്നു, കുറെ മറ്റു ചില ഏലിയൻസ് മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടേയിരിപ്പുണ്ട്. അപ്പൊ ഈ സഹായിക്കുന്ന ഏലിയൻസ് ഈ ഓടി നടന്ന് ചില ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ചില വ്യക്തികളുടെ കയ്യിൽ പിടിച്ച് നിമിഷ നേരം കൊണ്ട് അവിടെ നിന്നും കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മിന്നൽ വേഗത്തിൽ അവിടെ നിന്ന് സഞ്ചരിച്ച് മാറിക്കളയുന്നു. ഇങ്ങനെ ഒരു കാഴ്ച കാണാറുണ്ട്. അത് പലയാവർത്തി കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു വശത്ത് ഭയങ്കരമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള, അതായത് എന്തോ ഒരു ആയുധമൊക്കെ കൊണ്ട് അവരത് മനുഷ്യരെ വെടിവെക്കുമ്പോൾ തന്നെ മനുഷ്യരിങ്ങനെ കരിഞ്ഞ് ഭസ്മമായിട്ട് ഇങ്ങനെ പറന്നങ്ങ് പോകുന്ന ലെവലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ കാണുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഇത് ഒരു 10-15 വർഷത്തിന് ശേഷം ഇംഗ്ലീഷ് സിനിമകളിൽ ഞാൻ ഈ ഏലിയൻ സിനിമ കണ്ടപ്പോ ഞാൻ ഈ പണ്ട് കണ്ട അതേ രംഗം ഈ ഇംഗ്ലീഷ് സിനിമയിലും അതേപോലെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ആർക്കൊക്കെയോ ഈ വിധ കാഴ്ചകളും ഇതൊക്കെ ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചില ഐഡിയാസ് വരികയും അവരത് സിനിമ രൂപത്തിലൊക്കെ ഇറക്കുകയും ചെയ്യുന്നത്. അപ്പൊ പല കാഴ്ചകൾ ഞാൻ കണ്ട് മറന്നുപോയ പല കാഴ്ചകളും വർഷങ്ങൾക്കിപ്പുറം ചില ഇംഗ്ലീഷ് സിനിമകളിലൂടെയൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര അതിശയമായി പോയി. കാര്യം നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് സിനിമയോ എല്ലാം കണ്ടിട്ട് പിന്നെ കിടന്ന് ഉറങ്ങുമ്പോൾ എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ കണ്ടത് മനസ്സിൽ വെച്ചും കൊണ്ട് കണ്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ അന്ന് ഈ കഷ്ടിച്ച് ദൂരദർശനും DD1 DD2 ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ TV. അല്ലാതെ VCR അതൊന്നും അപ്പോഴില്ല. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയുള്ള സിനിമകളൊന്നും കണ്ടിട്ടുമില്ല, ഇങ്ങനെ കൊണ്ടുവന്നു പോലും പറഞ്ഞുകൂടാ. അപ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എനിക്ക് ദൈവം സ്വപ്നത്തിലൂടെ സിനിമകൾ കാണിച്ചു തരണം. പക്ഷെ പിന്നീട് ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു വേറെ ജോലിക്കായിട്ടൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഈ വീട്ടില് VCR വരികയും ഇവിടെ കടകളിൽ നിന്ന് കാസറ്റൊക്കെ വാടകയ്ക്ക് എടുത്ത് ഓരോന്ന് കാണുകയും ചെയ്യുമ്പോഴാണ് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ കണ്ട പല കാര്യങ്ങളും ഇവിടെ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ച പല കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു പരുവം മുതലേ ഇങ്ങനെയുള്ള കാഴ്ചകളായിരുന്നു, പല രീതിയിൽ കാഴ്ചകൾ. ആൾക്കാർ രോഗങ്ങൾ വന്ന് പിറമൊഴുകി വ്രണം വന്ന് പൊട്ടി ഒലിച്ച് മരുന്നൊക്കെ തേച്ചിട്ടും അത് പൊറുക്കാതെ വിളിച്ച് വീടുകളിൽ കഴിയുന്നു. ഇതൊക്കെ ഞാൻ പോയി കണ്ടിട്ട് ഞാൻ ഭയങ്കരമായി വിഷമിക്കുന്നു. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കൊന്നും അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാഴ്ചകൾ. സ്കൂൾ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ മണ്ടയിൽ കൂടെ ഒരു കല്ല് പോലത്തെ എന്തോ വന്ന് വീണ ബസ് പൊട്ടിത്തെറിച്ച് കുട്ടികളെല്ലാം പല ഭാഗത്തൂടെ ചിന്നി ചെതറുന്നു. കല്ലെന്ന് വെച്ചാൽ ഈ ഉൽക്ക പോലുള്ള എന്തോ ഒരു സാധനം വന്ന് പതിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള പല കാഴ്ചകളും എനിക്ക് കണ്ട് ഞാൻ ഞെട്ടി ഉണർന്ന് രാത്രി മൊത്തം ഒരു പ്രാന്തായി ഇരുന്ന അവസരങ്ങളുണ്ട്. പക്ഷെ പിന്നീട് ദൈവം എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഭൂമിയിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭൂമിയിൽ വരാൻ പോകുന്നെന്നും ഇതിൽ നിന്നൊക്കെ വേണമെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ നിന്നെ ഇത്രയും നാൾ സംസാരിച്ചും സഹായിച്ചും കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നോട് സംസാരിച്ച ദൈവം പറയുന്ന പല നിയമങ്ങളും കാര്യങ്ങളെല്ലാം പാലിക്കാൻ തുടങ്ങിയത്. അല്ലാതെ നിങ്ങളോട് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടോ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടോ അല്ല. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം,
എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഇതിൽ നിന്ന് രക്ഷിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അപ്പം നീ ഈ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, അപ്പൊ എനിക്ക് ഇതിന്റെ അകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും പുറമേ കാണുന്ന മനുഷ്യരാരും ചെയ്യുന്നില്ല. ഈ ഹിന്ദുക്കൾ ചെയ്യുന്നില്ല, ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ല. അപ്പൊ ഒരു മതത്തിലെപ്പെട്ട ആൾക്കാർ ഇതൊന്നും ചെയ്യുന്നില്ല. ആ സമയത്ത് ഞാൻ അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെ ഒരിടത്തും പോകുന്ന വ്യക്തിയല്ല. അപ്പോ ഈ ദൈവം എന്ന് പറയുന്ന ഈ സംസാരം എന്നിലൂടെ സംസാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിൽ പോകാൻ തുടങ്ങിയതും അതിനുശേഷം ക്രിസ്ത്യൻ പള്ളിയും പെന്തക്കോസ് മേഖലയിലൊക്കെ പോകാൻ തുടങ്ങിയത്. പിന്നെ മുസ്ലിംസിന്റെ കൂട്ടത്തില് അവരുടെ ആരാധനാക്രമം ജമാഅത്ത് എന്നൊക്കെ പറയുന്നതിലോട്ടൊക്കെ ഞാൻ പോയി തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം എന്നോട് ആ സംസാരിക്കുന്ന ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇതൊക്കെ പോകുന്നത് എന്തിനാണ്? എനിക്ക് ഈ ദുരന്തങ്ങൾ ഒന്നും സംഭവിക്കരുത്, ഇതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെടണം. കാരണം ഞാൻ ഇതിലൊക്കെ അകപ്പെടുന്നെന്നും ഞാൻ ഒളിച്ചിരിക്കുന്നെന്നും ചില അതിർശക്തികൾ അവിടെയൊക്കെ കറങ്ങിടക്കുമ്പോൾ എനിക്ക് ടെൻഷൻ അടിച്ച് നെഞ്ചുവേദന വന്ന് പിന്നെ ഈ അമ്പലങ്ങളിലൊക്കെ ആനകൾ സ്ഥിരമായി ആന ഇടറി ഒരുപാട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പലരും ചവിട്ടി മരിക്കുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ സ്ഥിരമായി കാണുന്നത്. അത് കാരണം ആനയുള്ള അമ്പലങ്ങളിൽ പോകാൻ എനിക്ക് പേടിയാണ്. കാരണം അന്ന് കണ്ട രംഗം അതേപോലെ വല്ല സംഭവിക്കുവോ, അപ്പൊ അത് കണ്ടതുപോലുള്ള വല്ല ബിൽഡിംഗ് വല്ലതും ഉണ്ടോ? അപ്പൊ ഞാൻ കാണാറുണ്ട് ചില ബിൽഡിങ്ങിന്റെ ഇടയിലൊക്കെ ഞാൻ ഒളിച്ചിരിക്കുന്നു. അപ്പം ഈ ആനകള് മതമുളകിയിട്ട് ആൾക്കാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ചില വ്യക്തികളുടെ മണ്ടയിൽ കൂടെയൊക്കെ ആൾക്കാർ ഓടി കൊച്ചു കുട്ടികളെയൊക്കെ ചവിട്ടി കൊല്ലുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ കണ്ട് ആകെ ടെൻഷൻ അടിക്കുന്നത് കാരണം ഇപ്പോഴും ഈ ആന എഴുന്നള്ളത്ത് ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാണ് അതൊക്കെ പോയി നിന്ന് കാണുന്നത്. അവ കാണണമെങ്കിൽ പോലും കാര്യം എപ്പോഴും ആന മതമുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടതുപോലുള്ള ചില വീടുകളോ അതൊക്കെ അടുത്തെങ്ങാനും ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കും. കാര്യം അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ നോക്കി വെച്ചിട്ട് അവിടെ കയറി വിളിച്ചിരിക്കാമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ അമ്പലം അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ എന്റെ മനസ്സ്. പക്ഷെ പല കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ കൂടുതലും ഈ ഭൂമി കുലുക്കം ആണ് ഞാൻ കൂടുതലെ കാണുന്നത്. ഭൂമി കുലുങ്ങിയിട്ട് ഭൂമിക്കകത്ത് നിന്നും തീ പുറത്ത് ഒഴുകി പോകുന്നത് കേരളത്തിൽ വരെ അങ്ങനെ സംഭവിക്കും എന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചില സമയത്തൊക്കെ എനിക്ക് ഒരു കേരളത്തിന്റെ ഒക്കെ മാപ്പ് ഇങ്ങനെ കാണിച്ചിട്ട് അതിലൊരു വര പോലെയൊക്കെ വരച്ച് ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവിക്കും, ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവിക്കും. ഇത് എന്നാണ് എപ്പോഴാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കരമായ വെയിലടിച്ച് തെങ്ങുകളും എല്ലാം കരിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഇടയ്ക്കിടെ കാണാറുണ്ട്. കടല് സുനാമി പോലെ കയറി നശിപ്പിച്ചു കൊണ്ടുപോകുന്നത് കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ പല കാഴ്ചകളും കാണും. ഇതൊക്കെ ഭാവിയിൽ വരും എന്നാണ് പറയുന്നത്. അതിപ്പം എന്റെ കാലഘട്ടത്തിൽ തന്നെ വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് വന്നിരിക്കും. ഇങ്ങനെയുള്ള പല ദുരന്തങ്ങൾ വന്ന് ഈ ഭൂമിയിലുള്ള പല മനുഷ്യരാശികളും പല സ്ഥലങ്ങളിലുള്ള മനുഷ്യരും ക്രമേണ കഷ്ടത്തിലൂടെയും നശിച്ചുമൊക്കെ പോകും. പക്ഷേ ദൈവം എനിക്ക് പ്രത്യേകിച്ച് പറയുന്ന കാര്യം, ദൈവം ഈ അന്ത്യകാലത്ത് ഇനി ഒരു പുനർജന്മത്തിലൂടെ മനുഷ്യരെ നന്നാക്കുന്ന പ്രക്രിയ ഇനി അങ്ങോട്ട് ഇല്ല. നേരത്തേക്ക് അങ്ങനെയല്ല. ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധ സമയത്തൊക്കെ ദൈവം എന്ത് ചെയ്തെന്ന് വെച്ചാൽ തിന്മ ഒരുപാട് പെരുകിയപ്പോൾ മൊത്തം അങ്ങ് നശിപ്പിച്ചിട്ട് ഈ ആത്മാക്കളെല്ലാം പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി അടുത്ത പഠിപ്പിക്കാനായിട്ട് അടുത്ത ജന്മങ്ങൾ നൽകി. അപ്പൊ ആ സമയത്തുള്ള ആത്മാക്കൾ ഒരുപാട് പേരൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്ത് അങ്ങനെ ഒരു വൻ ദുരന്തം സംഭവിച്ച് പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ അങ്ങ് മരിക്കില്ല. കാരണം പെട്ടെന്ന് ആൾക്കാർ അങ്ങനെ മരിച്ചാൽ അവരുടെ കർമ്മഫലം തീരാത്തത് കാരണം ഈ ആത്മാക്കളെല്ലാം ദൈവത്തിൽ നിന്ന് അല്ലെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കൊണ്ട് കളയേണ്ടി വരും. അപ്പൊ അത് കാരണം ദൈവത്തിന് മാക്സിമം പോസിറ്റീവിലോട്ട് കൊണ്ട് പോകേണ്ടതുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങളും വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ ദൈവം തന്നെ മനുഷ്യരെ അവിടെ നിന്ന് മാറ്റും. ഇപ്പോൾ ഒരു ഉരുൾപൊട്ടലോ ഭയങ്കരമായ വെള്ളപ്പൊക്കമോ വരുമ്പോൾ തന്നെ ദൈവം തന്നെ അത് ഏതെങ്കിലും വഴിയിലൂടെ മനുഷ്യരെ അറിയിക്കുകയും മനുഷ്യരെല്ലാം അവിടുത്തെ ഭരണാധികാരിയും ഒക്കെ ചേർന്ന് അവരെ അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. അപ്പൊ അവരുടെ വീട്, വാഹനം, പണം, സകലമാന കാര്യങ്ങൾ നഷ്ടപ്പെടുകയും മനുഷ്യൻ ഇത് ഒരു കർമ്മഫലം എന്ന രീതിയിൽ മനുഷ്യർ സമാധാനം നഷ്ടപ്പെട്ട് കരഞ്ഞ് അവരുടെ തെറ്റിന്റെയൊക്കെ പ്രായച്ചിത്തമായിട്ട് ഇത് അനുഭവിക്കേണ്ടി വരും. കാരണം ഇതിലൊക്കെ പെട്ട് മരിച്ചു പോയാൽ ഈ ആത്മാക്കളൊക്കെ ചിലപ്പം നരകത്തിലോട്ട് പോകും, അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് ശക്തികളിലേക്ക് പോകും. ഇപ്പൊ ദൈവം അങ്ങനെ വിട്ടുകൊടുക്കൂല. അപ്പൊ അതുകൊണ്ട് പ്ലാൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നു. അതായത് കർമ്മഫലം ഏതാണ്ട് കഴിഞ്ഞു, ഇനി പെട്ടെന്ന് മരിച്ചാൽ ഈ ആത്മാവിനെ തിരിച്ച് ദൈവത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഡയമെൻഷനിലോട്ട് പോകാനുള്ള ലെവലായി എന്ന് പറയുന്ന വ്യക്തികൾ മാത്രമേ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിലൊക്കെ മരണപ്പെടുകയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ദൈവം തന്നെ ഈ മരണത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകും. ഇനി അത് മാത്രമല്ല, ഒരുപാട് കഷ്ടം പെരുകി ഈ കർമ്മഫലം അനുഭവിച്ച് തീരാതെ ഒരു വ്യക്തിക്ക് എനിക്കിങ്ങനെ കഷ്ടം അനുഭവിക്കാൻ വയ്യ എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ മരിച്ചാൽ മതിയേ എന്ന് ആഗ്രഹിച്ചാൽ പോലും
അവന് മരിക്കാൻ പോലും കഴിയില്ല, ആത്മഹത്യ ചെയ്യാനുള്ള സിറ്റുവേഷൻ പോലും അവന് വരാത്ത ലെവലിൽ അവനെ അദൃശ്യ ശക്തികൾ കർമ്മഫലം അനുഭവിപ്പിച്ച് എന്നെ ഭൂമിയിൽ തീർക്കും. ഇതൊക്കെയാണ് ദൈവത്തിന്റെ പ്ലാൻ. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നതാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കർമ്മഫലം അനുഭവിക്കാതെ പെട്ടെന്ന് എനിക്കങ്ങ് മരിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് മരിക്കാൻ പറ്റില്ല. പകരം ഇവിടുത്തെ കർമ്മഫലങ്ങളെല്ലാം ഇവിടെ വച്ച് തന്നെ അനുഭവിച്ച് പൂർണ്ണമായി തീർത്തിട്ട് ഈ ആത്മാക്കളെല്ലാം ദൈവം കൊണ്ടുപോകും. കാരണം ദൈവം ഈ ആത്മാക്കളെല്ലാം സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ദൈവം സ്നേഹം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരം ഈ ഭൂമി കിടന്ന് കത്തിപ്പോകാനോ അല്ലെ മണ്ണിനടി കിടന്ന് അഴുകുന്ന നമ്മുടെ ഈ ശരീരത്തെയും നമ്മുടെ ഈ താൽക്കാലികമായ ബോധ മനസ്സിനെയുമാണ് ദൈവം സ്നേഹിക്കുന്നു എന്നാണ് എല്ലാവരുടെയും വിചാരം. ദൈവം സ്നേഹിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെയാണ്. അപ്പൊ ഇതൊക്കെ ദൈവം എനിക്ക് പറഞ്ഞു തരുമ്പോ എനിക്ക് ആദ്യം ഭയങ്കരമായ കൺഫ്യൂഷൻസും ദൈവത്തോട് ചില സമയത്തൊക്കെ എനിക്ക് ദേഷ്യം വരെയൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ദൈവം എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇതാണ് എന്റെ വാസ്തവം. ദൈവം സ്നേഹിക്കുന്നത് ആത്മാവിനെയാണ്. അപ്പം ശരീരം ഇവിടെ എത്ര കിടന്ന് കഷ്ടം അനുഭവിച്ചാലും, ശരീരം ഇവിടെ ഇപ്പൊ കൈയില്ല, കാലില്ല, അല്ലെങ്കിൽ പുറം മുഴുകെ വ്രണം, അല്ലെങ്കിൽ വലിയ വലിയ മാരക രോഗത്താൽ വേദനിച്ച് കിടന്ന് നിലവിളിച്ചാലും ദൈവം ആത്മാവിനെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഈ ഇത്രയും കഷ്ടം അനുഭവിക്കുമ്പോൾ ഈ ആത്മാവ് പെട്ടെന്ന് അവനിൽ നിന്ന് നേരെ ആ മോക്ഷത്തിലേക്ക് എത്തും. കാരണം അത്രയും കർമ്മത്തിന്റെ ഫലം ഇവിടെ തീരെയില്ലേ. അപ്പം അതിനുവേണ്ടി ദൈവം വെയിറ്റ് ചെയ്യും. ദൈവം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചമാണ് പോകേണ്ടത്, പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ശക്തികളിലേക്കാണ് പോകേണ്ടത്. അതിനും അനേക സെക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ കർമ്മഫലം തീർന്നാലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ കർമ്മഫലം തീരുന്നത് വരെ മറ്റ് ശക്തികൾ ഇവരെ വെയിറ്റ് ചെയ്യും. കാരണം ആ ആത്മാവിനെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആത്മാവ് അകത്തിരുന്ന് ഇത്രയും വിഷമിക്കുമ്പോഴും വേദന അനുഭവിക്കുമ്പോഴും ഒരു വശത്ത് ആത്മാവിനറിയാം ഞാൻ ഇത്രയും കഷ്ടം അനുഭവിക്കുന്നത് കൊണ്ട് എനിക്ക് മോക്ഷം ലഭിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ മറുവശം. ഇനി ഈ കർമ്മഫലം അനുഭവിക്കുന്നത് പല പല രീതിയിലാണ്. ഇപ്പൊ ഈ അദൃശ്യ ശക്തികൾ വന്ന് നേരിട്ട് അല്ല കർമ്മഫലം തരുന്നത്. ഇപ്പൊ ഒരു അച്ഛന് കർമ്മഫലം അനുഭവിച്ച് തീർക്കാൻ അവന്റെ ഒരു മകൻ മതി, ഒരു മകൻ വിചാരിച്ചാലും മതി. ഈ മകനങ്ങ് തലതിരിഞ്ഞ് എന്നും ഈ അച്ഛന് തലവേദനയായിക്കൊണ്ടിരിക്കും തോറും ഈ അച്ഛന്റെ കർമ്മഫലം ഈ മകനിലൂടെ തീർന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഭാര്യ മതി, ഇനി ഭാര്യയ്ക്ക് തലതിരിഞ്ഞൊരു ഭർത്താവ് മതി. ഇനി ഭാര്യയ്ക്കും ഭർത്താവും ഒരേപോലെ തെറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവരുടെ മക്കൾ തലതിരിഞ്ഞത് കിട്ടിയാലും മതി. ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ കേസൊക്കെ കണ്ടിട്ടില്ലേ. ഇനി അങ്ങോട്ടങ്ങോട്ട് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ആൺമക്കൾ ഉള്ള വീട്ടിലുള്ളവർക്ക് ഇത്തിരി മക്കൾ തലതിരിഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മരണഭയമായിരിക്കും. കാരണം ഇതൊക്കെ തന്നെയാണ് കർമ്മഫലം. ഇങ്ങനെയാണ് കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർമ്മഫലം അനുഭവിക്കുന്നത് 3 തരത്തിലാണ്. 1 സാമ്പത്തിക നഷ്ടം, 2 മാനസിക ടെൻഷൻ, അതായത് സമാധാനമില്ലായ്മ, 3 ശാരീരിക പീഡനം. അപ്പം ശരീരവേദന കൊണ്ട് കർമ്മഫലം അനുഭവിച്ച് തീർക്കാം. ടെൻഷൻ അടിച്ച് മാനസിക നില നമുക്ക് നമ്മളെ കയ്യിൽ നിൽക്കാതെ അങ്ങനെ കർമ്മഫലം അനുഭവിച്ച് തീർക്കാം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് നശിച്ചു പോയും കർമ്മഫലം തീർക്കാം. അപ്പൊ ഈ 3 രീതിയിൽ എങ്ങനെയും കർമ്മഫലം തീർന്നാൽ മതി. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല കർമ്മഫലം തീരുന്നത്. ഇപ്പൊ നല്ല സമ്പന്നനാണ്, ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ അംബാനിയൊക്കെ പോലെ ഭയങ്കര സമ്പന്നനാണ്. പക്ഷെ പുള്ളിയുടെ പല കർമ്മത്തിന്റെയും ഫലം അനുഭവിക്കാനുണ്ടെങ്കിൽ സാമ്പത്തികത്തിലൂടെ അവർക്ക് കർമ്മഫലം അനുഭവിക്കാൻ പറ്റില്ല. കാരണം അതിനപ്പുറത്തോട്ട് സമ്പത്തുള്ളത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് ശാരീരിക പീഡനമായിരിക്കാം, ഇല്ലെങ്കിൽ മാനസിക വിഷമം ആയിരിക്കാം. അപ്പം മറ്റു 2 രീതിയിലും അവിടെ ഫലം തീർക്കും. ചിലർക്ക് ഒട്ട് സമ്പത്ത് കാണൂല, പക്ഷെ അവർക്ക് ചിലപ്പം മനസ്സിന് സന്തോഷം കാണും, ശാരീരിക പീഡനം കാണൂല. പക്ഷെ സമ്പാദിക്കുന്ന സമ്പാദ്യമെല്ലാം നശിച്ചു പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചിലർക്ക് കർമ്മഫലം അനുഭവിച്ച് തീർക്കാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് വീടും ഇതൊക്കെ നഷ്ടപ്പെട്ട് കർമ്മഫലം അനുഭവിക്കാം. ചിലർക്ക് കുടുംബത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടു, ഈ വ്യക്തി മാത്രം അവിടെ മരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അതിഭയങ്കരമായ ആ മാനസിക സംഘർഷം, ഇതൊക്കെ കർമ്മഫലം അനുഭവിക്കുന്ന മേഖലകളാണ്. ഇങ്ങനെ പല രീതിയിൽ സംഭവിക്കും. അപ്പൊ ഇതേപോലെ ഒരാളുടെ കർമ്മഫലം അനുഭവിച്ച് തീരാനുള്ള വഴികൾ കാര്യങ്ങളെല്ലാം അവനിൽ തന്നെ ഉണ്ട്. അവൻ എവിടെ ഒളിച്ചിരുന്നാലും ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ മാറിയിരുന്നാലും അവനിൽ തന്നെ ഉണ്ട് എങ്ങനെയൊക്കെ തീർക്കണം എന്നുള്ള ആ വഴികളെല്ലാം അവനിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിലൂടെ സംഭവിച്ചുകൊള്ളും. നമുക്ക് ദൈവത്തിന്റെ കണ്ണിൽ ബുദ്ധിപരമായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഇവിടുത്തെ മന്ത്രിമാരായിരുന്നാലും ഭരണാധികാരി ആരായിരുന്നു, ഏത് പാർട്ടികളായിരുന്നാലും ഇത് കംപ്ലീറ്റ് വ്യാജത്തിലാണ്. അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ ഇത്തിരി നല്ല രീതിയിൽ മനുഷ്യർക്ക് നന്മ ചെയ്യണം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഇനി അഥവാ നന്മ ചെയ്യണം എന്നൊരു മനസ്സുമായി ഒരാൾ ഈ ലെവലിലേക്ക് ഉയർന്നു വന്നാലും ഈ നെഗറ്റീവ് ശക്തികൾ അവന്റെ മനസ്സിനെ സ്വാധീനിച്ച് അവന് എങ്ങനെയെങ്കിലും പണക്കൊതി, മറ്റുള്ള അധികാരമോഹം, ഇതിലേക്ക് അവന്റെ മനസ്സിനെ മാറ്റി മാറ്റി കൊണ്ടുപോകും. പക്ഷെ ഇവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ അവൻ ദൈവത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് ഈ നിയമം ഉള്ളിൽ ദൃഢമായി പിടിച്ചുകൊണ്ട് മാത്രമേ ഈ നെഗറ്റീവ് ശക്തിയെ അതിജീവിക്കാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹി ഇല്ലാത്തൊരു വ്യക്തി നെഗറ്റീവ് ശക്തികൾ തരുന്ന പ്രലോഭനത്തിൽ വീഴുന്ന് അതിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും.
അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവനുള്ള കർമ്മത്തിന്റെ ഫലം, തെറ്റിപ്പോകുന്നതിന്റെയൊക്കെ ഫലം അവന്റെ കുടുംബത്തിൽ തന്നെ സമാധാനം നഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കാണുമായിരിക്കും. പണത്തിന് വേണ്ടിയിട്ടാണ് പോണത്. അധികാരവും കാണും, പണവും കാണും. പക്ഷെ ഇതൊക്കെ അനുഭവിക്കാനുള്ള മാനസിക അവസ്ഥയും അവന് കാണൂല, ശാരീരികമായിട്ടുള്ള സുഖവും കാണൂല. അപ്പൊ ഈ ഇത്രയും പണം ഉണ്ടായിട്ടും ഇത്രയും വീടുണ്ടായിട്ടും അതൊക്കെ നമ്മളെ കാണുമ്പോൾ അയാൾ ഒരുപാട് ഉണ്ടാക്കുന്നു, ഒരുപാട് കഷ്ടം, ഒരുപാട് കോടികൾ ഉണ്ടാക്കി, അതുണ്ടാക്കി, ഇതുണ്ട്, അവൻ എന്തിന്റെ കുറവാണ്, അവന് ഒരു കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇനി അങ്ങോട്ടങ്ങോട്ട് നോക്കിക്കോ, അങ്ങനെയൊന്നും ആർക്കും ഒരു സുഖവും കാണൂല. ഇപ്പൊ പണമുള്ള ഒരാളാണ്, അവന്റെ പണേ കാണുന്നുള്ളൂ. അവന്റെ വീട്ടിലെ അവസ്ഥ, അവന്റെ വീട്ടിലെ അടിയും വഴക്കും ബഹളങ്ങൾ, അവൻ രാത്രി ഉറക്കം കാണൂല. ചിലപ്പോൾ ദിവസം ശാരീരിക പീഡനമായിരിക്കും. എനിക്ക് ദൈവം ഒരു ബെസ്റ്റ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞെന്ന് വെച്ചാൽ, ഒരാൾ ഭയങ്കര ടിപ് ടോപ്പ് ആയിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് എല്ലായിടത്തും വരുന്നു, ആൾക്കാരെ നോക്കുന്നു, ചിരിക്കുന്നു. അവന്റെ മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം, എവിടെയെങ്കിലുമൊക്കെ വസ്ത്രത്തിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പരിവോ ഒരു മുഴയോ അതിഭയങ്കരമായ വേദനയില് എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ഗുളിക കഴിച്ചിട്ടും ഇത് മാറാതെ അവൻ അവിടെ സ്ഥിരമായി ഒരു മുഴ വേദനിച്ചുകൊണ്ടിരുന്നാൽ, അവൻ ഡ്രസ്സൊക്കെ ഇട്ട് അവൻ എത്ര പണമുണ്ടെങ്കിലും എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അവന് ഒരു സുഖവും കാണില്ല. എപ്പോഴും അവന്റെ മനസ്സ് ദുഃഖത്തിലായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അവൻ ചിലപ്പോൾ പ്ലെയിനുകളിൽ യാത്ര ചെയ്യുന്നു, അവന് ഇഷ്ടംപോലെ പണമുണ്ട്, അവൻ അതുകൊണ്ട് ഇതുണ്ട്. പക്ഷെ ഇവന്റെ ഈ വേദന ഇവന് നമ്മളത് കാണിച്ചു തരാനും പറ്റൂല. ഇവൻ എന്നും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ പ്രകൃതിക്ക് അറിയാം ഈ കർമ്മഫലം ഒരു വരി എങ്ങനെയൊക്കെ തീർക്കണം. ഇതിൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഒരു രീതിയിൽ അവൻ ബുദ്ധിപരമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ബുദ്ധി ഇല്ലായ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങൾ കാണും. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. ആ മേഖലയിലൂടെ അവന് കർമ്മഫലം അനുഭവിച്ച് തീർക്കേണ്ടി വരും. കാരണം ഒരു സാധനത്തിലും അവന് മൊത്തം 100% അവന് പ്രകൃതിക്ക് അതീതമായി ബുദ്ധിപരമായിട്ട് നിൽക്കാൻ ഒരു മനുഷ്യന് പറ്റൂല. പക്ഷെ മനുഷ്യന്റെ വിചാരം എന്താണ്, അവനാണ് ഭയങ്കര ബുദ്ധിമാനെന്നുള്ള ധാരണയാണ്. അപ്പൊ ഇനിയുള്ള കാലത്ത് ഈ ധാരണ വരെ മാറ്റിക്കൊടുക്കുന്ന രീതിയിലാണ് ഈ പ്രകൃതി ഈ അങ്ങോട്ടുള്ള കഷ്ടകാലം എന്നൊക്കെ പറയുന്ന ഒരു കാലത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത്. അപ്പൊ മനുഷ്യൻ എത്രത്തോളം മനുഷ്യൻ തിന്മ പെരുകുമോ, എത്രത്തോളം വ്യാജം കൂടുമോ, എത്രത്തോളം അതിബുദ്ധി കളിച്ച് അവൻ തെറ്റായ രീതിയിൽ പോകുമോ, അത്രയും കർമ്മപുരം അനുഭവിച്ച് തീരേണ്ടതായി വരും. ഇപ്പൊ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇപ്പൊ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയാൽ തന്നെ മുമ്പത്തെ കാലത്തൊക്കെ, എന്റെ കുട്ടിക്കാലത്തൊക്കെ ഉള്ള ഞാൻ കേട്ടിട്ടുണ്ട്, അയാൾ ഇത്തിരി കൈക്കൂലിയൊക്കെ വാങ്ങിക്കുന്ന ആളാണ്, അയാൾക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുത്താലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറയുന്ന അന്ന് ഉണ്ട്, ഇല്ലെന്നല്ല ഉണ്ട്. പക്ഷെ ഒരാളോ രണ്ടുപേരെയോ കുറിച്ചായിരിക്കും ഈ പറയുന്നത്. പക്ഷെ പിന്നീട് ഞാനൊക്കെ ഒരു ലെവലൊക്കെ ആയി, ഒരു കുടുംബമൊക്കെ ആ ലെവലൊക്കെ ഞാൻ എത്തിയതിനു ശേഷം ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ കൈക്കൂലി വാങ്ങിക്കാത്തത്, ബാക്കി സകലരും വാങ്ങിക്കുന്നവരായി. അപ്പൊ എന്തുമാത്രം തിന്മ ബലം കൂടിയും ചിന്തിക്കണം. അപ്പൊ അന്ന് അങ്ങനെയെങ്കിൽ ഇപ്പോ ഏതാണ്ട് മുഴുവനും പേരും കൈക്കൂലി മാത്രമല്ല, ഒരു പാവപ്പെട്ട ഒരുത്തനെ കിട്ടിയ എങ്ങനെ അവനെ കൊന്നു തിന്നാം എന്ന ലെവലിലാണ് ഇപ്പോഴത്തെ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ മനസ്സ്. ഇനി അഥവാ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് നല്ലവരുണ്ടെങ്കിൽ പോലും അവൻ അവിടെ നല്ലത് ചെയ്യാൻ പറ്റൂല. കാരണം ബാക്കിയുള്ളവരുടെ മുമ്പിൽ അവൻ ഒറ്റപ്പെടുകയും അവനെ അവിടെ നിന്നും കൊണ്ട് എല്ലാവരും മറ്റുള്ള ദുഷ്ടരെല്ലാരും കൂടി നശിപ്പിച്ചു കളയുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. ഇല്ലെന്നല്ല, ഉണ്ട്, ചിലരുണ്ട്. എനിക്ക് ചിലർ പറഞ്ഞിട്ടുണ്ട്, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നല്ലതായി പാവാൻ പറ്റുന്നില്ല. കാരണം അവൻ നല്ലതായ പോലും അവന്റെ പേരിൽ കൈക്കൂലിയും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റൊരു പരിപാടിയിൽ ഒപ്പിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇവൻ അറിയാതെ പോലും ഇവന്റെ പേരിൽ വരെ ഒപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും തിന്മ പെരുകുന്ന ഈ കാലഘട്ടത്ത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു കർമ്മഫലം അനുഭവിച്ച് തീർക്കണമെങ്കിൽ അവൻ എത്രത്തോളം ബുദ്ധിപരമായ രീതിയിൽ എത്രത്തോളം വ്യാജം ചെയ്യൂ, അതിനപ്പുറത്തുള്ള കഷ്ടം അനുഭവിക്കണ്ടേ? അത്രയും അനുഭവിച്ചാലേ ഈ ആത്മാനെ വിശദീകരിച്ചിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ കർമ്മഫലം എല്ലാം അനുഭവിച്ച് അവസാനം മരിക്കാറാവണതിന് തൊട്ട് മുമ്പായിട്ട് അവന് പ്രായച്ചിത്തവും മാനസാന്തരവും ഒക്കെ വരും എന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ ഇത്രയും പറ്റിപ്പോയല്ലോ, കാരണം അത് അറിയിക്കും. അദൃശക്തികൾ തന്നെ മരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇത്രയും കഷ്ടം അനുഭവിച്ചത് നിന്റെ ഇത്രയും തെറ്റിന്റെ പ്രായച്ചിത്തമായിരുന്നു എന്നുള്ളത് ഈ വ്യക്തിയെ അറിയിക്കും. ഇതിപ്പം ഞാനിത് പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഹിന്ദുക്കൾക്കുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കുള്ള കാര്യമാണ്, അതൊന്നും ക്രിസ്ത്യാനികളെ ഞങ്ങൾക്കൊക്കെ യേശു ഉണ്ട്, അപ്പൊ യേശു ഇതെല്ലാം യേശു ഏറ്റെടുത്തു എന്നൊന്നും പറഞ്ഞ് ആരും സ്വീകരിക്കേണ്ട. ഈ അന്ത്യകാലത്ത് യേശു ആ കൃപയാലുള്ള ആ സംരക്ഷണവും കാര്യങ്ങളെല്ലാം യേശുവിന് അറിഞ്ഞുകൂടാത്ത പുതിയ വ്യക്തികളടുത്ത് മാത്രമേ ഉള്ളൂ. ആൾറെഡി സഭയിലുള്ളവർക്ക് ഇപ്പോൾ ന്യായവിധിയും ശിക്ഷയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അല്ലാതെ എന്നും അതില്ല. അത് ബൈബിളിൽ തന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പിന്നെയും യേശുവിനെ ക്രൂശിക്കരുതേ. കാര്യം ഒരു ചെയ്ത തെറ്റ് പിന്നെയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഇനി ഒരു ബലി അല്ലെങ്കിൽ ഒരു കുരുതിക്ക് ഇനി വേറെ ആൾക്കാരൊന്നുമില്ല, ആകപ്പാടെ യേശുവേ ഉള്ളൂ എന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളിന് ഒരു ആദ്യത്തെയോ രണ്ടാമത്തെയോ ചിലപ്പോൾ ക്ഷമ കിട്ടിക്കാണും. ഇനി പിന്നെ പിന്നെ ചെയ്തു കൂട്ടിയേണ്ട സകലത്തിന്റെയും കർമ്മഫലങ്ങൾ ഇവിടെ അനുഭവിക്കേണ്ടി വരും. ഇത് മനുഷ്യനുള്ള നിയമമാണ്. ഇതിപ്പോ ആർക്ക് വേണോ ആ യേശു എന്ന കുരുതിയിൽ വിശ്വസിച്ചിട്ട് ചെറിയൊരു ഇളവ് കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ ആർക്കും ഇതിന് രക്ഷപ്പെടാനൊന്നും പറ്റൂല. നിങ്ങൾ അറിഞ്ഞും കൊണ്ട് ചെയ്യുന്ന സകല തെറ്റുകൾക്കും എത്ര പെന്തക്കോസ്ത് പാസ്റ്റർ ആണെങ്കിലും ശരി, ഇനി മാർപ്പാപ്പയാണെങ്കിലും ശരി, മരിക്കണതിന് മുന്നേ അതിന്റെ കർമ്മഫലം അത്രയും അസുഖങ്ങളാലും കഷ്ടങ്ങളാലും പീഡനങ്ങളാലും അനുഭവിച്ച് തീർത്തേ പറ്റൂ. പണം ഒരു ലെവലിനപ്പുറത്തോട്ടുള്ളവർക്ക് പണത്തിലൂടെ വരൂല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ശാരീരിക പീഡനവും മാനസിക സമാധാനം കാണൂല. അങ്ങനെയൊക്കെ ഇതെല്ലാം കർമ്മഫലവും അനുഭവിച്ച് തീർക്കേണ്ടി വരും. ഇതിലാർക്കും രക്ഷപ്പെടാൻ കഴിയൂല. ഇതൊക്കെ ദൈവം എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് ഞാൻ ഈ അടുത്ത് എന്ത് ചെയ്യണം, എനിക്ക് ഈ ഇടന്ന് അനുഭവിക്കാൻ വയ്യേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പലതും പാലിച്ച് ലെവലെത്തിയത്. ഇപ്പോഴാ ഈ ഒരു ലെവൽ എത്തിയപ്പോഴേക്ക് ദൈവം പറയുന്നുണ്ട് ഇനി ഇത് ജനങ്ങളേക്ക് അറിയിക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമുള്ള കേസ് അല്ല ഇതൊന്നും. കാരണം ആരും വിശ്വസിക്കുകയില്ല, മൈൻഡ് ചെയ്യില്ല. പക്ഷെ എനിക്ക് നിന്ന് രക്ഷപ്പെടണം. കാരണം എന്റെ ചെറുപ്രായത്തിൽ എന്റെ ബന്ധുക്കളെടുത്തോ എന്റെ കുടുംബക്കാരത്തൊക്കെ പറയുമ്പോഴല്ല അവരുടെ നിന്ന് പുച്ഛമേ കിട്ടിയിട്ടുള്ളൂ. അവര് പിന്നെ നിന്റെ അടുത്ത് ദൈവം നീ പറയാൻ പോണ് എന്ന് പറയും അവരാരും മാനിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും അവർക്ക് കർമ്മഫലം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്, അത് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് ദൈവം ഇത് ജനങ്ങളെയൊക്കെ അറിയിക്കുന്നു പറയുമ്പോഴും എനിക്ക് അന്നത്തെ അനുഭവം ഇപ്പോഴും വരുള്ളൂ എന്നുള്ള എനിക്കറിയാം. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ദൈവം പറഞ്ഞിട്ടുണ്ട്, ചില വ്യക്തികൾ 100 പേരെടുത്ത് പറയുമ്പോൾ അതിലൊരു 10 പേര് ഇതൊന്ന് വിശ്വസിക്കും, ഒന്ന് മാനിക്കും. പക്ഷെ അതിൽ 1-2 പേരായിരിക്കും അതനുസരിച്ച് മുന്നോട്ട് വരുന്നത്. ബാക്കിയുള്ളവർക്ക് കഴിയില്ല. അതുപോലെ ഇപ്പം അത്ഭുതമാണ് എനിക്ക്. കാരണം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരുപാട് പേര് ഇത് അനുസരിക്കുകയും അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരികയും അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന രീതിയിൽ മാറി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോ പബ്ലിക്കായിട്ട് വിട്ടപ്പോൾ ഒരു പരിചയമില്ലാത്ത പലരും ഇതൊക്കെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. പക്ഷെ എന്റെ ചെറുപ്രായത്തിലെ ഒരു പരുവത്തിലായപ്പോ ഞാൻ എന്റെ ബന്ധുക്കളെടുത്തോ വീട്ടുകാരടുത്തോ പറഞ്ഞപ്പോൾ ആരും മൈൻഡ് ചെയ്തിട്ടില്ല, ആരും വിശ്വസിച്ചിട്ടുമില്ല. പക്ഷെ ഒരു പരിചയമില്ലാത്ത പലരും ഇപ്പൊ എന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ കർമ്മഫലത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ ചില വ്യക്തികളുടെ അടുത്തൊക്കെ കർമ്മഫലത്തിന്റെ കാര്യം ഇന്ന് വേണം, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾ നന്നായാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും അത് കർമ്മഫലം എല്ലാവർക്കും അനുഭവിച്ചേ പറ്റൂ, അത് ഞാനൊക്കെ എന്തായാലും അനുഭവിക്കാൻ തയ്യാറാണ്, അത് നമുക്ക് മനുഷ്യരല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ, പക്ഷെ കർമ്മഫലവും ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കാം എന്നൊക്കെ പറയുന്ന ചില വ്യക്തികൾ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ദൈവമേ, അവർ നന്നാവാൻ പ്ലാൻ ഇല്ല, അവർ പറയുന്നത് മനുഷ്യരാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, പക്ഷെ കർമ്മഫലം നമുക്ക് അനുഭവിക്കാം എന്ന് അവരതിന് റെഡിയാണ്. അപ്പൊ ദൈവം അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ കാലഘട്ടം, അതായത് ഈ ഒരു സത്യത്തിലോട്ട് ദൈവം പോകുമ്പോഴാണ് ദൈവം സ്ട്രിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിൽ ശരിക്കും ദൈവത്തിന്റെ ഒരു കൃപ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഇമാതിരി എനിക്കിതൊന്നും പറ്റൂല, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരെ വെയിറ്റ് ചെയ്ത്, അതായത് അവനെ ദൈവം ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് അവൻ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രായമൊക്കെ ആകുമ്പോഴേക്കും അവൻ തന്നെ ക്ലിയർ ആയി വരുമല്ലോ, അത് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ നെഗറ്റീവ് ശക്തികളുടെ ശല്യം അധികം വരാത്ത രീതിയിൽ ഈ പോസിറ്റീവ് ശക്തികൾ ഇവനെ സംരക്ഷിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു കുറച്ചു മുമ്പ് വരെ. അതുകൊണ്ടാണ് പലരും പല രീതിയിൽ തെറ്റിപ്പോയിട്ടും അവർ ഉദ്ദേശിക്കുന്ന ലെവലിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ സ്മൂത്താ പോയത്. പക്ഷെ ഇനി അങ്ങനെ വിട്ടുകൊണ്ടിരിക്കാൻ പറ്റൂല എന്നാണ് ദൈവം എന്നോട് പറയുന്നത്. കാരണം ഇനി കാലഘട്ടം കഴിഞ്ഞു, ഇനി ഉള്ളവർ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ഈ മോക്ഷം അല്ലെങ്കിൽ മറ്റേ ഡയമെൻഷനിലോട്ട് വിടുകയും ഇനി അതിൽ നിന്ന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ചില ആത്മാക്കളെ എടുത്ത് സത്യയോഗം പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി പെട്ടെന്ന് അതിലോട്ടാണ് പോണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി ഫ്രീ ആയിട്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റൂല. കാരണം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത്ര തെറ്റൊക്കെ ചെയ്തിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പിന്നെ അങ്ങനെ തന്നെ പോകും. പക്ഷെ ഇനി ദൈവം അങ്ങനെയല്ല, ഇനി ആ ഫ്രീ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ദൈവം പതുക്കെ മാറ്റിക്കളയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവൻ എത്രത്തോളമാണോ തെറ്റി നിൽക്കുന്നത് അതനുസരിച്ചുള്ള നെഗറ്റീവ് ശക്തികളുടെ പീഡനങ്ങളും കഷ്ടങ്ങളും അവൻ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവന്റെ കർമ്മഫലമായിട്ട് ഒരുപാട് കഷ്ടത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇത്രയും നാൾ ഉണ്ടായിരുന്ന കർമ്മഫലം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അനുഭവിച്ചത് അല്ല ഇനി അങ്ങോട്ടുള്ളത്, ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്, ഞങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്ന ചില വ്യക്തികളെ ദൈവം അഹങ്കാരം പറയുന്നതായിട്ടേ ദൈവം കണക്കാക്കുള്ളൂ. അങ്ങനെയുള്ളവരുടെ ഈ അഹങ്കാര മനസ്സ് മാറുന്ന ലെവലിൽ ഇവർ ഈ പറഞ്ഞതിന്റെ കൂടെ ചേർത്തുള്ള കർമ്മഫലങ്ങൾ വളരെ കഷ്ടമായിട്ട് ഇനി അങ്ങോട്ട് വരും എന്ന് ദൈവം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഭൂമിയുടെ വ്യവസ്ഥകളാണ്, ഞാൻ ഇതിന് തയ്യാറാണ്, കുഴപ്പമില്ല എന്നൊന്നും അഹങ്കാരത്തെ ചിന്തിച്ചു കളയരുത്. എന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും അങ്ങനത്തെ ചിന്തകൾ പോലും വരരുത്. കാരണം നമ്മുടെ മനസ്സിന്റെ മൈന്യൂട്ട് ചിന്തകൾ വരെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തേ പറയാം. ഓക്കെ.